കുറച്ച് ദിവസമായിട്ട് മനസ്സങ്ങോട്ട് ഓക്കെ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു വിഷമം തന്നെയാണ്. അത് മാറ്റണമല്ലോ എന്തായാലും. അപ്പം ഞാൻ കരുതി ഇന്ന് എന്തായാലും പുറത്തോട്ട് പോകാമെന്ന്. നമ്മുടെ റോഹിക്കുട്ടനെ കൂട്ടിയിട്ടില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിൻ്റെ അലമ്പ് മൊത്തം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കാണിക്കാൻ തുടങ്ങിയായിരുന്നു. നല്ല ബഹളവും കുരയായിരുന്നു. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നു. അവനെ റോഡ് സൈഡിലല്ല, നമ്മളെ മെയിൻ റോഡ് സൈഡിലൊക്കെ കൊണ്ടുവരുമ്പോൾ അവൻ ഭയങ്കര അലമ്പനാണ്. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് അവനെ കൊണ്ടുവന്നിട്ടില്ല. എനിക്ക് ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനെ ഐറ്റംസിനെയൊക്കെ കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള ഐറ്റംസിനോടാണ് കേട്ടോ. ഈ ചെടിച്ചട്ടി, പച്ചക്കറി തൈകൾ, വിത്തുകൾ, അതിൻ്റെ വളങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇൻഡോർ പ്ലാന്റുകൾ, ഇൻഡോർ ചെടിച്ചട്ടികൾ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് കുറച്ച് ചട്ടികളൊക്കെ മേടിച്ചിട്ടുണ്ട്. 10 രൂപയുള്ളൂ കേട്ടോ ആ ഒരു ചട്ടി. ഞാൻ ഏതാണ്ട് 6-7 വർഷം കൊണ്ട് ഇവിടെ നിന്നാണ് മേടിക്കുന്നത് സ്ഥിരമായിട്ട്. നല്ല അഫോർഡബിൾ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ച് ജൈവ വളങ്ങളും കൂടെ മേടിച്ചിട്ടുണ്ട്. എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, സ്യൂഡോമോണസ് നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഇടാനായിട്ടും, അതുപോലെ നമ്മുടെ ഇഞ്ചി കുറച്ച് മൂട് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, അതിനിടാനായിട്ട് സ്യൂഡോമോണസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കവർ കാണുമ്പോൾ നിങ്ങൾ തോനെയുണ്ടെന്ന് കരുതും, അതിന് വേണ്ടിയൊന്നും മേടിച്ചിട്ടില്ല. അതിനകത്ത് കുമ്മായമുണ്ട് കേട്ടോ. നമ്മുടെ കോഴിപ്പെമ്പിള്ളാർക്ക് ഇട്ട് കൊടുക്കാനുള്ള കുമ്മായമുണ്ട്. കൂട്ടിനകത്ത് നമ്മൾ കോഴിക്കാട്ടം മാറ്റുമ്പോഴത്തേക്കും കുമ്മായം ഇട്ട് കൊടുക്കും, അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിക്കുന്നുണ്ട് ഓരോ ഐറ്റംസായിട്ട്. നിങ്ങൾ കണ്ടില്ലേ, നല്ല മഴയായിരുന്നു കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും. പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത്. നമ്മൾ ചന്തയിൽ കയറി, രാമംകുളങ്ങര ചന്തയിൽ കയറി മീനൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വരിമീൻ്റെ ചെറുതും കണവ കുഞ്ഞുമാണ് കിട്ടിയത്, അതും മേടിച്ച് വന്നിട്ടുണ്ട്.